നമുക്കറിയാം, ഇപ്പോൾ AI കാലഘട്ടമാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും AI ആണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗൂഗിളിൽ തന്നെയുള്ള ഒരു AI ആണ്. ജെമിനി അല്ല കേട്ടോ, ഇത് വേറെ AI. ഈ AI പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അയാളുടെ മൊത്തം ഡീറ്റെയിൽസ് ഇട്ട് തരും. ഇപ്പോൾ ലാലേട്ടനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലാലേട്ടൻ ഏത് ഫീൽഡിലുള്ളതാണ്, എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള മൊത്തം ഒരു എസ്സേ ആയിട്ട് ഒരാളെ കുറിച്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. അത് ആ ഒരു എസ്സേ ആയിട്ട് നമുക്ക് മറുപടി തന്നതാണ്. പക്ഷേ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളം ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് മലയാളത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഗൂഗിൾ ക്രോമിലുള്ള ഈ AI കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ AI കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആളെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഈ AI മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ AI മോഡ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പറഞ്ഞത്. ഇവിടെ ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും പോകുന്നത്. ഇവിടെ ഇമേജസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്തിവിടെ ക്ലിക്ക് ചെയ്താലും ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് പോകുന്നത്. ഇത് ഗൂഗിളിൻ്റെ AI തന്നെയാണ്, വെറും AI അല്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഏത് ഭാഷയിലും നമുക്ക് ഇതുപോലെ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, മലയാളം ഇതിൽ സപ്പോർട്ടാണ്. ഞാൻ ഇപ്പോൾ മലയാളത്തിലൊരു വാക്ക് ചോദിക്കുന്നു. ഇത് മൈക്രോഫോൺ ഇതിലുള്ള എനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്രോമിലുള്ള മൈക്രോഫോൺ എനേബിൾ ചെയ്യേണ്ടി വരും. അല്ലാതെ തന്നെ നമുക്ക് കീബോർഡിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് വേണോ മലയാളത്തിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നു. ഞാൻ വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ലാലേട്ടനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസും തരിക. ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാൽ വിശ്വനാഥൻ, ജനനം, അങ്ങനെ ജനനം ഡേറ്റ് സഹിതം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരാളെ ടൈപ്പ് ചെയ്യാണ്, കണ്ടില്ലേ, ഒരു എസ്സേ പോലെ അയാളെ ഫീൽഡ് എന്താണ്, ബഹുമതി, പത്മ പുരസ്കാര ബഹുമതി ലാലേട്ടന് എപ്പോഴാണ് ലഭിച്ചത്, അതിൻ്റെ ഡേറ്റ് സഹിതം ഒരു എസ്സേ ആയിട്ട് കൊടുത്താൽ മതി. ഞാൻ കൊടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ലാലേട്ടനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് തരിക എന്നാണ്. അപ്പോൾ ലാലേട്ടനെ കുറിച്ച് അറിയാത്ത ആളാണെങ്കിൽ ഈ AI എടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഈ AI വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി ഞാൻ മറ്റൊരാളെ ടൈപ്പ് ചെയ്യാൻ അനുമോളെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് തരിക. ഇപ്പോൾ ഞാൻ മറ്റൊരു പ്രശസ്തയായ ഒരാളുടെ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അയാളെ ഫീൽഡ് എന്താണ്, അയാൾ ഏതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്, ജനനം എവിടെയാണ്, അയാളെ ജില്ല എവിടെയാണെന്നുള്ള സഹിതം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജില്ല കണ്ടുപിടിക്കണമെന്നോ എന്നുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അവരെ ജില്ലയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ AI നിങ്ങൾക്ക് സഹായകരമാണ്. അതല്ല അയാൾ ഏതൊക്കെ ഷോയിൽ പോയിട്ടുണ്ട്, എങ്ങനെയാണ് അയാൾ പ്രശസ്തയായത്, അയാളെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്കിപ്പോൾ കൊടുത്തതായി
കൊടുത്തതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്കും കൊടുക്കാം കേട്ടോ. ലൈക്കും കൊടുക്കാം. എന്തെങ്കിലും ലൈക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ചാൻസ് എന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. വെറുതെ ഒരു രസത്തിന് ടൈപ്പ് ചെയ്താൽ മതി. ചാൻസ് ഒന്നും എന്തെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്യാണ്. ചാൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും സന്തോഷമായി, നമുക്ക് സന്തോഷം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം ഞാൻ പറയണ്ടല്ലോ, ഞാൻ 2 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ 2 പേരെ ഇതും നിങ്ങൾ കറക്റ്റായി നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാം. അവരെവിടെയാണ് ജനിച്ചത്, എപ്പോഴാണ് ജനനം, അവർ ഏതൊക്കെ ഷോയിലാണ് പോയത്, അവരെങ്ങനെയാണ് നമ്മളെ സെലിബ്രിറ്റി ആയത് എന്നുള്ള സകീതം ഡീറ്റെയിൽസുകളും ഈ ക്രോമിലുള്ള AI മലയാളത്തിൽ തന്നെ, മലയാളവും സപ്പോർട്ടാണ്, മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതാണ്. ഇംഗ്ലീഷും സപ്പോർട്ടാണ് കേട്ടോ. മലയാളവും ഇംഗ്ലീഷും സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് AIയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾ ചോദിച്ചാൽ രഹസ്യ രൂപത്തിൽ അയാളുടെ മൊത്തം ഡീറ്റെയിൽസും AI തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ വഴി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. ഇനി മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. അതുമായിരിക്കും ഗുഡ് ബൈ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കും. ബൈ.